കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ ദുരൂഹത നീക്കുന്നതിൽ കല്ലറ തുറന്ന് പരിശോധിക്കാൻ തീരുമാനം. RDO അനുമതി ലഭിച്ചാൽ ഉടൻ കല്ലറ തുറന്ന് പരിശോധിക്കും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. സംഭവത്തിൽ കേസെടുക്കാനും തീരുമാനിച്ചു. പ്രിലിമിനറി എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കല്ലറയുടെ നമ്പർ മാറിയതും അതിൻ്റെ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. അങ്ങനെയാണ് 38-ാം നമ്പർ കല്ലറ പഴയ 23 നമുക്ക് ബോധ്യമായത്. ആ 23-ാം കല്ലറയിൽ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് അതിൻ്റെ അകത്ത് 2 പേരുടെ പേരുകൾ ഉണ്ടായിരുന്നു. മറിയാമ്മ എന്ന ആളുടെയും ജെയിംസ് എന്ന ആളുടെയും ഉണ്ടായിരുന്നു. കല്ലറയിൽ ഒരു അജ്ഞാത മൃതദേഹമുണ്ടെന്ന സംശയത്തിൽ പള്ളി വികാരി. കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന കാര്യത്തിൽ കൃത്യമായ ക്ലാരിറ്റി വന്നു. അതായത് FIR ഇട്ടു. ഞങ്ങൾക്ക് അതിനകത്ത് മൂന്നാമതൊരാളുടെ ശരീരം ഉണ്ട് എന്നുള്ള സംശയം വന്നു. ആ സംശയം തീർച്ചയായിട്ടും കല്ലറ തുറന്ന് അത് DNA ടെസ്റ്റ്, സയന്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി ആ സംശയം ദൂരീകരിക്കുമെന്ന് പോലീസ് കൃത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വി ആർ വെരി ഹാപ്പി വിത്ത് ദാറ്റ്. നിഖിൽ അളവൂർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും വിവരങ്ങളുമായി. നിഖിൽ, അങ്ങനെ ദുരൂഹത നീക്കാനുള്ള പടിയെന്നോണം പോലീസ് കല്ലറ തുറന്ന് പരിശോധിക്കാൻ തീരുമാനിക്കുകയാണ്. ഏതായാലും 10 ദിവസത്തോളം നീണ്ട ദുരൂഹതയ്ക്ക് ഒടുവിൽ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് പോവുകയാണ്. ഇന്ന് തന്നെ ഒരുപക്ഷെ FIR രജിസ്റ്റർ ചെയ്യും. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ RDOയുടെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. ആ അനുമതിക്ക് പിന്നാലെ ആയിരിക്കും കല്ലറ തുറന്ന് പരിശോധിക്കുക. ഈ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള പ്രധാന കാരണം പള്ളി വികാരി ഉൾപ്പെടെ ഉയർത്തുന്ന സംശയം തന്നെയാണ്. നേരത്തെ 2005-ലും 2016-ലും സംസ്കരിച്ചു എന്ന് പറയുന്ന 2 മൃതദേഹങ്ങളുണ്ട്. ആ മൃതദേഹങ്ങളല്ലാതെ മറ്റൊരു മൃതദേഹം കൂടി, അതായത് മൂന്നാമതൊരു മൃതദേഹം കൂടി ഈ ഇപ്പോഴത്തെ 38 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കല്ലറയിൽ, പഴയ 23-ാം നമ്പർ, ആ കല്ലറയിൽ ഉണ്ട് എന്നൊരു സംശയം തന്നെയാണ് പള്ളി വികാരി ഉൾപ്പെടെയുള്ളവർ പോലീസിനോട് ഇന്നും പറഞ്ഞത്. ആ സാഹചര്യത്തിലാണ് FIR രജിസ്റ്റർ ചെയ്യാനും ഉടൻ തന്നെ കല്ലറ തുറന്ന് ഈ പരിശോധന നടത്താനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. കല്ലറ തുറന്ന് ഈ മൃതദേഹം പുറത്തെടുക്കുന്നതിന് ശേഷം അതിൻ്റെ DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ്. ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമാണ് ഇനി ഇതിൻ്റെ മുന്നോട്ട് പോക്ക് സാധ്യമാവുക. അതുകൊണ്ട് അത്തരം നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, പോലീസ് ഇന്നിപ്പോൾ FIR കൂടി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കല്ലറയ്ക്ക് പോലീസിൻ്റെ കാവൽ ഉൾപ്പെടെ ഏർപ്പെടുത്താനുള്ള തീരുമാനവും ആയിട്ടുണ്ട്. ഏതായാലും 10 ദിവസത്തോളം നിലനിന്ന ആശങ്കയും ദുരൂഹതയും ഒക്കെയാണ്. അത് നീക്കാൻ പോകുന്നു. പറ്റുമെങ്കിൽ നാളെ തന്നെ കല്ലറ തുറന്ന് പരിശോധന നടത്തുമെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കണ്ണൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ചിലെ DYSP KE പ്രേമചന്ദ്രൻ, പേരാവൂർ DYSP മോഹനചന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ പ്രാഥമിക പരിശോധനകളുടെ അവസാന ഘട്ടം പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് പള്ളി വികാരിയോടും ഒപ്പം തന്നെ പള്ളി കമ്മിറ്റി ഭാരവാഹികളോടുമൊക്കെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചത്. അതിനുശേഷം പോലീസ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യും. നാളെ RDOയുടെ അനുമതിക്കായുള്ള അപേക്ഷ നൽകും. അതിനുശേഷം ചില പ്രൊസീജിയർ കൂടി അക്കാര്യത്തിൽ ബാക്കിയുണ്ട്. അത് കോടതിയുടെ ഇടപെടൽ ഉൾപ്പെടെ അതിൻ്റെ അകത്ത് ആവശ്യമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നാളെ തന്നെ പറ്റുമെങ്കിൽ കല്ലറ തുറന്ന് പരിശോധിക്കുക എന്നതിലേക്കാണ് ഇപ്പോൾ പോലീസ് നീക്കം നടത്തുന്നത്. പക്ഷേ അപ്പോഴും ഈ മൂന്നാമതൊരു മൃതദേഹം അതിലുണ്ട് എന്ന സംശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പള്ളി വികാരി ഉൾപ്പെടെയുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ കല്ലറ തുറന്നുള്ള പരിശോധന ഇനി അങ്ങോട്ട് നിർണായകമാണ് എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ സമാന്തരമായി ഈ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. അത് വിലങ്ങാട് സ്വദേശി സിജോയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട പരാതിയിലാണ്. അത് മുഖ്യമന്ത്രിക്കുൾപ്പെടെയും DGPക്കുൾപ്പെടെയും പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അന്വേഷണവും സമാന്തരമായി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.